അപ്പോഴാണ് ഹാമർ ആ ഒരു ലേഡീനെ ആകാശത്തേക്ക് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഒരേറിയുന്നത്. അവള് നേരെ വന്നിട്ട് കിം അടിക്കി വെച്ചോണ്ടിരിക്കുന്ന ഈ ഒരു ക്യാന്റെ മുകളിലേക്കാണ് വീഴുന്നത്. ഇപ്പൊ ആ ഒരു ക്യാനൊക്കെ ഇങ്ങനെ നിരന്നു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് കിമ്മിന് ഇങ്ങനെ എന്തൊക്കെയോ ആവുന്നുണ്ട്. കിം ഇപ്പൊ നേരെ പോയിട്ട് ലീനെ തട്ടി എണിപ്പിക്കാൻ നോക്കാണ്. ഇവന്റെ ഒരു ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാൻ അടിക്കി വെക്കുന്നത് വേഗം തീർക്കാനോന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ലീന്റെ ബോധം നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവന്റെ മുഖത്തേക്ക് രണ്ട് അടിയൊക്കെ കൊടുത്തിട്ട് ശരിക്കും നിന്റെ ബോധം പോയതാണോ അതോ നീ ബോധം പോയ പോലെ അഭിനയിക്കാണോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിമ്മിന് ഭ്രാന്ത് പിടിച്ചിട്ട് ഈ ഒരു ബസ്സും തള്ളിയിട്ട് നമ്മുടെ ജയിലിൽ നിന്ന് ചാടിയിട്ടുള്ള ആ ഒരു ടീം ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ബസ് തള്ളിയിട്ട് അവരുടെ ഊപ്പാട് വന്നിട്ടുണ്ട്. ഇപ്പൊ ക്യാപ്റ്റന്റെ അടുത്ത് അവർ പറയാണ് നമുക്ക് ഈ ഒരു ശ്രമം ഉപേക്ഷിച്ചൂടെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം, പോലീസ് നമ്മുടെ പുറകെ വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ആശാൻ അതിന് സമ്മതിക്കുന്നില്ല. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വിജയം കാണാതെ ബാക്കോട്ട് തിരിഞ്ഞ് ഓടരുത് എന്നിങ്ങനെ അയാൾ പറയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് പുല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡ്രൈവർ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ബസ്സും തള്ളിയിട്ട് അവരിപ്പോ ഇങ്ങനെ വരികയാണ്. പമ്പിലേക്ക് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. കാർ ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. 50% ആണല്ലോ കൊടുക്കുന്നത് ഡിസ്കൗണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ ഒരു പമ്പിൽ ഇങ്ങനെ പെട്രോൾ അടിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഒരുപാട് പൈസമാർ ഉണ്ടാക്കുന്നുണ്ട്. പമ്പിന്റെ അടുത്ത് ഇത്രയും തിരക്ക് കണ്ടു കഴിഞ്ഞപ്പോ തൊട്ടടുത്തായിട്ട് ഇങ്ങനെ പെട്ടിക്കടകൾ വരെ വന്നിട്ടുണ്ട്. ഇപ്പൊ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിയർ ഗേൾസിനെ അവിടെ നിരത്തി നിർത്തിയിട്ട് ഇപ്പൊ ഡാൻസ് കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബസ്സും തള്ളിയിട്ട് നമ്മുടെ കുറ്റവാളികൾ അങ്ങോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചിട്ട് അവരുടെ കച്ചവടം ഇങ്ങനെ പോവാണ്. ഇപ്പൊ ഒരുപാട് ഫണ്ട് അവർക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കിമ്മാണെങ്കിൽ മേലുള്ള റൂമിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തെ വിൽപ്പനയ്ക്ക് ശേഷം ഇവരിപ്പോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്താണ്. അങ്ങനെ ഇവർ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് അവിടേക്ക് ആ ഒരു ബൈക്കർ ഗ്യാങ് വരുന്നത്. ബൈക്കർ ഗ്യാങ് വന്നിട്ട് ആ റോട്ടിൽ അങ്ങനെ നിർത്തുകയാണ്. അപ്പൊ നേരത്തെ അടി കൊണ്ട് ആ ഒരു പയ്യന്റെ അടുത്ത് ഇവരുടെ ഗ്യാങ് ലീഡർ ചോദിക്കുന്നുണ്ട്, എടാ ഇത് തന്നെയാണോ പമ്പ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവനിങ്ങനെ നോക്കുന്ന സമയത്ത് കിക്കാണെങ്കിൽ പുറത്തിങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അവൻ പറയാണ് ഇത് തന്നെ അവനാണ് എന്നെ തല്ലിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് അവന്മാരിപ്പോ ആ ഒരു പമ്പിലേക്ക് ഇങ്ങനെ പറന്ന് വന്ന് കയറുന്നുണ്ട്. സൗണ്ട് കേട്ടിട്ട് കിമ്മും ലീയൊക്കെ ആ ഒരു ജനലിൽ കൂടെ അങ്ങനെ നോക്കുകയാണ്. ഇപ്പൊ എല്ലാവരും പമ്പിന്റെ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഗെയിമർ വിളിച്ചു പറയാണ് നമ്മൾ അന്വേഷിച്ച് നടന്നോണ്ട് ടീം ഇതാ മോനെ വന്നേക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ റോക്കി വയ്ക്കുന്നുണ്ട്, എന്താ മക്കളെ ഇത്ര താമസിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. യുവമാരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇരട്ടി ശമ്പളം തരാന്നാ മുതലാളി പറഞ്ഞേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ഒരുപാട് വെക്കേണ്ടി വരും എന്നിങ്ങനെ പറയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ കുട്ടാപ്പി ഒരു കാര്യമില്ലാതെ നമ്മുടെ ടീമിന്റെ നേതാവ് മോശക്കാരനല്ലാന്ന് ഞാൻ കാണിച്ചു കൊടുക്കും എന്നിങ്ങനെ യുവമാരെ നോക്കിയിട്ട് നല്ല കട്ട കലിപ്പിൽ പറയുന്നുണ്ട്. എന്തിനാണോ എന്തോ. എന്നിട്ട് യുവമാരെ നേരെ ഇടിക്കാനായിട്ട് ഓടുകയാണ്. കറക്റ്റ് സമയത്ത് നമ്മുടെ കിക്ക് വന്നിട്ട് അവനെ പിടിച്ചങ്ങോട്ട് മാറ്റാണ്. എന്നിട്ട് പറയാണ് അങ്ങോട്ട് മാറി നിൽക്കടാ ചള്ളു ചക്ക. ഈ എപ്പിസോഡില് ഞാൻ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരം പറയുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അയാളെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ട് ആവുന്ന ആൾക്ക് എന്റെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള ഉത്തരം നമ്മുടെ ഈ ഒരു വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കണ്ട. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ ഞാൻ ഇടയ്ക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു സീന് ഏത് സിനിമയിലത്തെയാണ്? ക്ലൂ വേണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചെറിയ സ്ക്രീൻഷോട്ടും കൂടി കാണിച്ചു തരാം. ഇതൊരു മലയാള സിനിമയാണ് കേട്ടോ.